കുഴൽക്കിണറിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിൻ്റെ ഒഴുക്കം നോക്കിയേ അല്ലേ? എമ്മതിൽ ഒഴുക്കാൻ നോക്കിയാൽ കുഴൽക്കിണറിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിൻ്റെ ഒഴുക്ക്. ആഹാ, ഭയങ്കര സംഭവം തന്നെ കേട്ടാ. പറ്റിച്ചേ. മരത്തിൻ്റെ കാലുകൾ കാണാത്തവർക്കായി ഇത് അവിടുന്ന് എവിടുന്നോ ഓടി വന്നില്ലാണിത്. എന്നിട്ട് പിന്നെ ഇവിടെ തടസ്സം വന്നിട്ട് കുഴിയായപ്പോഴേ മൂപ്പർക്ക് നടക്കാൻ പറ്റാണ്ട് അവിടെ ഒന്നുള്ളതാ. ഇതാ എന്താ രസല്ലേ മരം. ഗിംബലിത്തെ ചാർജ് കഴിഞ്ഞു, വർക്ക് ചെയ്യില്ല, ഡെഡായിരുന്നുകൊണ്ട്. ഞാൻ ഈ ഇത് ഷൂട്ട് ചെയ്തു നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഗിംബലിത്തെ ചാർജ് തീർന്നു. അപ്പം എന്തായാലും ഇനി ഇവിടുന്ന് നമ്മൾ തെറിക്കുകയാണ്. ഞാൻ നേരത്തെ ഈ ഒരു സീനെത്തിയപ്പോൾ ഞാൻ പറഞ്ഞതില്ലേ കുറച്ചൊരു പുരാവസ്ഥ കൂടി ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്ന് നേരത്തെ വന്ന് നോക്കുന്ന സമയത്ത് 2 കപ്പിൾസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇതാക്കില്ല. അപ്പോൾ കപ്പിൾസിന് വരാൻ പറ്റിയ ഇടാണ്. എന്തായാലും ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു. ഇവിടെ സാധനം പോയാ ഇല്ല, കാണിച്ചു തരാം. ഇത് നമ്മളുടെ ചിമ്മിനി ഡാം ഉണ്ടാക്കുന്ന സമയത്തുള്ള സാധനം തോന്നുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഇറിഗേഷൻ ചിമ്മിനി ഡാം പ്രൊജക്റ്റ്. എനിക്ക് തോന്നണേ ഈ ഡാം ഉണ്ടാക്കുമ്പോൾ ഈ ഡാം ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള സാധനം പുരാവസ്തു വകുപ്പായിട്ട് ഇവിടെ സൂക്ഷിച്ചില്ലാന്ന് തോന്നുന്നുണ്ട്. വെറുതെ എന്നിട്ട് കേടുവന്ന് പോണ്. അടുത്തത് ഇതിൻ്റെ കയ്യും കാലാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. ടാങ്കർ ലോറി. ഇവിടെ കാല് കുത്തുന്നവരൊക്കെ അവരുടെ ഒപ്പുകൾ ഇവിടെ പതിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരുത്തരുടേതായ മുഖമുദ്രകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം. കാരണം ഇവിടെ തെളിവിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതായിട്ടുള്ള തെളിവ് വേണ്ടേ, അതിനുള്ള തെളിവുകളെല്ലാവരും ഓരോരുത്തർ അതിൻ്റേതായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫ്സലുണ്ട് അയ്യെന്നാ വന്ന് ഇവിടെ ഇനി ഇവിടെ അടയാളപ്പെടുത്തേണ്ട അഫ്സലിൻ്റെ അടയാളപ്പെടുത്തിയാണ് ഇസ്മായിൽ. അങ്ങനെ പല ആളുകളും അവരുടെ കലാവിരുദ്ധകൾ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളുടെ കേരള ടൂറിസം വകുപ്പിൻ്റെതാണ് ഇത്. കണ്ടോ, പാമ്പൊന്നുമില്ലല്ലോ ഇതിനുള്ളിൽ. ഈ സിനിമക്കാർക്കൊക്കെ ഷൂട്ടിങ്ങിന് പറ്റിയ നല്ല ലൊക്കേഷൻ അല്ലേ? ഒന്നും അങ്ങനെ ഇവിടെ എന്താ സംഭവം? പാറക്കെട്ടാണോ ഇത്? ഇവിടെ എന്താ? അല്ലല്ല, ഇതുപോലത്തെ എന്തോ സാധനമാണ് തന്നെയൊന്നും അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇവിടെ നോക്കുമ്പോഴേ പാറക്കെട്ടാന്ന് വിചാരിച്ചു. എന്തല്ലേ എത്ര ഉറുക്കട മുതലല്ലേ ഈ ഇങ്ങനെ തകർന്ന് നാശാവണത്. ഭാരത് എർത്ത് മൂവേഴ്സ് കമ്പനി തന്നത് മോഡൽ നമ്പർ. ഇത് പുതിയതാണല്ലോ, 12 ജപ്പാൻ. ഓ പഹേരെ, ഞാനിപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഇപ്പം ഞാൻ എന്തെന്നാ പറയാ, ഒരു മുതലിനോട്ട് നശിപ്പിക്കണതേ. ഇതേ അഫ്സൽ ഫോട്ടോഷൂട്ടിനുള്ള പുറപ്പാടിലാണ്. ഫോട്ടോഗ്രാഫർ സിനാൻ. അവിടെ കട്ടമ്മല് ഇത് വീഴൂട്ടാ. അതിൻ്റെ ഉള്ളിൽ നിന്നും കാല് അതിൻ്റെ ഉള്ളിലേക്ക് പോണ്ടേ. കാര്യം പറഞ്ഞുതരാ. പണ്ടത്തെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വെക്കറാ. ഹാൻഡ് ബ്രേക്കാ ഗിയറാ? ഗിയറാവും. ഗിയർ ഹാൻഡ് ബ്രേക്കാ? ഗിയറല്ലേ? ഗിയറല്ലേ? ഗിയർ തന്നെ ആവും. അത് ഗിയറൊന്നല്ല, അത് വേറെന്തോ സാധന. ഇതാടുണ്ടത് പൊളിഞ്ഞാടിരുന്നിട്ടാ.
ഞാൻ നോക്കട്ടെ അപ്പുറത്തെ അവസ്ഥ. ഗിയർ തന്നെയാണോ അത്? അല്ലോ കാട് പിടിച്ചെടുക്കാണ് മൊത്തം. ലൈലൻ്റെ വണ്ടിയാടാ, അശോക് ലൈലൻഡ്. ആ ലൈലൻ്റെ ലോഗൊക്കെ അതാ കാണുന്നു. ഗിയറാ ഹാൻഡ് ബ്രേക്ക് അത്? അവിടെ ക്ലച്ച് ഇതൊന്നും ഇല്ലട്ടാ, ക്ലച്ചൊന്നുമില്ല. മിക്കവാറും ഇത് ക്ലച്ചായിരിക്കും, ഇത് ക്ലച്ചായിരിക്കും, ഇത് ക്ലച്ച്, ഇത് ഗിയർ. ഇത് ആക്സിലേറ്റർ അല്ല, ബ്രേക്ക്. അത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ അല്ലേ? ആ എന്തേലും ആവട്ടെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ എഞ്ചിനീയറിംഗൊന്നും പഠിക്കാൻ വേണ്ടി പോകണില്ലല്ലോ. ഓ വണ്ടി ഓടിക്കുന്നു. ഇത് മ്യൂസിയം ആയിരുന്നു പണ്ടത്തെ. അപ്പൊ ഈ സാധനങ്ങൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാതെ ഇവിടെ ഇട്ടിട്ട് പോയില്ലോ. എടാ ഇത് ഒരാൾ കേറിയിരിക്കണ് നമ്മളമ്മായിക്കല്ല ഓടിക്കാന്. അതിന്റെ ഉള്ളിൽ കുഴിഞ്ഞു പോരുതേ, ഞങ്ങൾ ഇവിടുന്ന് പോവും. കാര്യം പറഞ്ഞുതരാം. ആ അതാ ഡാമിന്റെ നല്ല വ്യൂ കേട്ടോ ഇവിടുന്ന്, അടിപൊളി വ്യൂ. അതേ ഇവിടെ അധികം നിൽക്കൽ സേഫ് അല്ല, കാരണം ഇത് പൊളിഞ്ഞ് ചാടാൻ സാധ്യത ഉണ്ട്. അവിടെ ഇവിടെ കണ്ടാ, അവിടെ ഒക്കെ ഓരോ കമ്പും ഇതുകളൊക്കെ വന്നിട്ട് പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട്. പോയാലോ? കുമാര ഫോട്ടോ എടുക്കാണ്ടി നിർത്തിയതാ, ആള് പേടിച്ചിട്ട് കേട്. എന്തേ എന്തേ അനക്ക് പേടിണ്ടാ? അപ്പൊ ഇതിന്റെ കയ്യും കാലും വെക്കുന്നുണ്ടെങ്കിലാ പോയല്ലേ? ഇന്ന് ഇതൊക്കെയാണ് ഉള്ളത്. ഏകദേശം ടൈം ഒരുപാടായി. ഇനിയിപ്പോൾ ഭക്ഷണത്തിന് നേരമായി 1:30 മണിയായി. ടൈം 1:30 ആയിട്ടാ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം, അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം. ഇന്ന് ഇവിടുത്തെ വീഡിയോ ഏകദേശം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയതൊക്കെ ഇതിലുണ്ടാവും. ഞങ്ങളിപ്പോൾ ഈ വഴിയാണ് വന്നത്. ഇവിടെ തടസ്സം വെച്ചിട്ടുണ്ട് ഇവർ വണ്ടി കയറുന്നതിന് വേണ്ടിയിട്ട്. അത്യാവശ്യം നടക്കാം. ഡാമിൻ്റെ മുകളിൽ അവിടെയാണ്, ഡാമിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വന്നത് അതിലിരുന്നിട്ടാ. അതിലതാ അങ്ങനെയാണ് പോകുന്നു. ഇതാ ആ കാണുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഈ വഴി വന്നു. അവിടെ നിന്ന് നല്ല സുഖമായിട്ട് ഇറങ്ങി വന്നു. പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ചെങ്കുത്തായ കയറ്റം. ഇവിടെ വന്ന് നോക്കുമ്പോഴേ അവിടെ ഇവിടെ ഒക്കെ ഫുള്ള് വഴികൾ പോയിക്കൊണ്ടിരിക്കുക. അത് ഈ റബ്ബർ തോട്ടം, അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഈ ഇതിൽ തന്നെയാണ്, അണ്ടറിലുള്ള ഭാഗങ്ങളാണ്. കംപ്ലീറ്റ് വഴികളാണ്, ഫുള്ള് റോഡുകൾ. ഈ ഇവിടുത്തെ ഉള്ളിലത്തെ റോഡുകളൊന്നും മോശമല്ല റോഡുകളല്ല, നല്ല അടിപൊളി റോഡ്. വണ്ടികളൊന്നും അധികം പോക്കില്ല, കാരണം പാർക്കിങ് വേറെ സ്ഥലത്താണല്ലോ. നമ്മൾ അപ്പുറത്താണല്ലോ പാർക്കിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്താടാ സുബി മയച്ചല്ലേ? സുബി കുന്ന് കയറി മയച്ച് ചെരുപ്പൊക്കെ അയച്ചിട്ട് കുന്ന് കയറാൻ പറ്റാണ്ട്. ഓ ഇത് നല്ല ഇതുണ്ടല്ലോ, വലിവുണ്ടല്ലോ. ഇത് ഫസ്റ്റ് ഗിയർ ഇട്ട് കയറ്റേണ്ടി വരും വണ്ടി. എൻ്റെ പൊന്നെ വയ്യട്ടാ. അവിടെ വല്ല ഇളനീര് ജ്യൂസ് ഇട്ടോ? അവനെ ഇറക്കിക്കോ, നേരത്തെ എത്തിക്കോ, അവന് കയറിക്കോളൂ. എന്നാ വാ, പാപ്പെടുക്കാം വാ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എനിക്ക് ഇത് വേണം, ഐസ്ക്രീം വേണം. ഈ കറിയോ ആ എന്നാ ഒരു ഉമ്മണ്ട ഐസ്ക്രീം ആണെങ്കിൽ ഒരു ഉമ്മ. ഇവിടെ ഒരു ഉമ്മണ്ട, ഇവിടെ കൊണ്ട എന്തെങ്കിലോ, ഇവിടെയും കൊണ്ട. ഇവിടെ
ആ ഇവിടെ വേണ്ട എൻ്റെ എപ്പോഴും ഇരിക്കല മുട്ടുള്ളൂ. വെള്ളം ഉണ്ടാവും. തണുപ്പില്ല വണ്ടി ഉണ്ടോ? പിന്നെ ഇതെന്താ സ്പാനിഷ് ലൈറ്റ് ഏതൊക്കെ അല്ലാതെ ഒരാളുണ്ട്. അല്ലോ വരരുത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ചിമ്മിനി ഡാം വിട്ടു. നമ്മളവിടെ പോയപ്പോ ഫസ്റ്റിൽ തന്നെ കവാടത്തിന്റെ അവിടെ തന്നെ ഒരു ഓഫീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റി. അവിടെ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ ഉള്ള മൃഗങ്ങൾ, അതുപോലെ തന്നെ വൃക്ഷങ്ങൾ, പക്ഷികൾ, പിന്നെ 4 വിഭാഗം എഴുതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷികൾ, മൃഗങ്ങൾ, മരങ്ങൾ, പൂവുകൾ, ഇങ്ങനെ ഈ 4 വിഭാഗത്തിലുള്ള ഓരോ ഐറ്റംസുകൾ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ സംസ്ഥാനത്താണ് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു ഫ്ലെക്സിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ നമ്മുടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ തന്നെ. പക്ഷേ അവിടേക്ക് ഒന്നുകിൽ ട്രക്കിങ് അല്ലെങ്കിൽ സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിങ്ങിനാവുമ്പോൾ ഒരു സൈക്കിള് 200 രൂപയാണ്. 3 മണിക്കൂർ നമുക്കത് സ്പെൻഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് അവിടെ പോവാം, അവിടെ ഒന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം, തിരിച്ചു വരാം. സൈക്ലിങ്ങിലാവുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പറ്റും. അതല്ല നമ്മൾ ട്രക്കിങ്ങിനാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ എത്തുള്ളൂ. കുറച്ച് നടക്കാനുണ്ട്. ഏകദേശം 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം അത്രക്കും നടക്കാനുണ്ടായിരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നടക്കാനുണ്ടെങ്കിലാണല്ലോ പിന്നെ നമുക്ക് അവിടെ സ്പെൻഡിങ് എന്നുള്ള സംഭവം വരുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞു അങ്ങോട്ട് തിരിക്കുകയാണ്. ഈ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിരപ്പള്ളിക്ക് പോകാൻ ടൈമുണ്ടോ എന്നുള്ള അറിയില്ല. എങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കിയിട്ട് നമ്മളിവിടെ നിന്ന് തിരിക്കും. നമ്മൾ ആ ഗൂഗിൾ അമ്മച്ചിനോട് ഇവിടുന്ന് വഴിയും ടൈമിങ്ങും ചോദിക്കാനാണെങ്കിൽ ഇവിടെ നെറ്റില്ല, തീരെ റേഞ്ചില്ല ഈ ഏരിയയിൽ. ഒരാളതിലുമില്ല. ഐഡിയ ഉണ്ട്, എയർടെലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലും നമ്മളതിൽ സാധനമില്ല. അപ്പോൾ കുറച്ചും കൂടി ഓടി ഒരു ചെറിയൊരു ടൗൺ അവിടെ കണ്ടിരുന്നു. അപ്പോൾ നേരത്തെ നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ അതിരപ്പള്ളിക്ക് വന്നിട്ട് വേറെ റൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ജസ്റ്റ് നമ്മളൊന്ന് ഓടി നോക്കട്ടെ. അവിടെ ഐസ്ക്രീം വിൽക്കുന്ന ആൾ പറഞ്ഞു ഒരു 10-50 കിലോമീറ്ററോളം അവിടെ നിന്ന് ഉണ്ടാവും പറഞ്ഞു. ഒരു 20-25 കിലോമീറ്റർ ഹൈവേക്ക് ഉണ്ട്, അവിടെ നിന്ന് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നോക്കാം. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ. നല്ല അടിപൊളി അരുവി. നമ്മളിവിടെ ഇറങ്ങുന്നില്ല. നല്ല പുഴ ഒഴുകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചിമ്മിനി ഡാമിൽ നിന്നുള്ള ഒഴുകലായിരുന്നു. നോക്കിയേ, ഇതെന്തത്? ഇതിന്റെ അമ്മോ, ഇതിന്റെ വേരാണ്. ഒരു മിനിറ്റ്, ഇതിപ്പോ എന്തായാലും എടുക്കണല്ലോ. ഈ മരത്തിന്റെ വേര് ഇവിടം വരെ വന്നിട്ട് നമ്മളിത് എടുത്തില്ല എന്ന് പറയുമ്പോ അത് ഒരു മോശല്ലേ?